ഒരു വിശ്വാസി അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ടാൽ മാത്രം പോരാ, ദൈവത്തിന്റെ വഴികൾ, അതായത് വിശുദ്ധ വചനം പറയുന്ന വഴികൾ നമ്മൾ നടക്കുകയും വേണം. എങ്ങനെയാണോ തിരുവെഴുത്തിൽ പറയുന്നത് അതുപോലെ പണ്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ആവർത്തന പുസ്തകം അതിന്റെ വചനങ്ങളിൽ നമുക്ക് കാണാം. അവരോട് ദൈവം പറയുന്നുണ്ട്, ദൈവമായി യഹോവയെ ഭയപ്പെടണം, അവന്റെ എല്ലാ വഴികളിലും ജനമായി ഇസ്രായേൽ നടക്കണം. നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടുകൂടിയും സേവിക്കണമെന്ന് വചനം പറയുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കണം എങ്കിൽ പാതി ഹൃദയത്തോടെ അല്ല, പൂർണ്ണമായി ഹൃദയത്തോടെ. നിന്റെ ഹൃദയത്തിൽ ദൈവം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പൂർണ്ണമായും മനസ്സോടുകൂടി മാത്രമേ ദൈവത്തെ സേവിക്കാൻ പാടുള്ളൂ അഥവാ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന വചനം പറയുന്നു. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും. ആവർത്തന പുസ്തകം 10:12 നമുക്ക് ചിലത് പഠിക്കാൻ ഉണ്ട്. ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ എല്ലാ വഴികളിലും നടക്കണമെന്ന്. ദൈവത്തെ സ്നേഹിക്കുകയും പൂർണ്ണം ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെ കൂടിയും ആവണമെന്ന് വചനം പറയുന്നുണ്ട്. ദൈവവചനത്തിൽ നടക്കുന്ന വ്യക്തികൾ ദൈവഭക്തൻ എന്ന് പറയുന്നു. അല്ലാത്തവർക്ക് നടപ്പിൽ വക്രതയുള്ളവൻ, അവൻ ദൈവത്തെ നിന്ദിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തിന്റെ വഴികൾ നേരായ വഴികളാണ്. അത് നടക്കുന്നവൻ അവനാണ് ദൈവഭക്തൻ. ദൈവത്തിന്റെ വഴി നടക്കാത്ത ദൈവഭക്തനാണെന്ന് പറയുന്നവൻ ഒരിക്കലും ദൈവഭക്തൻ അല്ല. ചില വ്യക്തികൾ ദൈവത്തിന്റെ വഴി നടക്കുന്നില്ല, അവൻ ലോകത്തിന്റെ തെറ്റായ മോഹങ്ങളിലേക്ക് അവർ നടക്കാനാണ് ഇഷ്ടം. അവൻ എപ്പോഴും ദൈവത്തെ നിന്ദിക്കുന്ന വ്യക്തിയായിരിക്കും. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 14:2. പക്ഷെ തിരുവചനം പറയുന്നുണ്ട്, എല്ലാത്തിനും സാരം, അതായത് ഈ വചനങ്ങളുടെ സാരം ദൈവത്തെ ഭയപ്പെടുക എന്നതാണ്. ദൈവത്തിന് കൽപ്പനകളെ പ്രമാണിക്കുവാൻ ഉള്ളതാണ്. അത് സകല മനുഷ്യർക്കും കൂടി വേണ്ടതാണ്. അതേ, ദൈവത്തിന് കൽപ്പനകൾ എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും കൂടി വേണ്ടതാണെന്ന് വചനം പറയുന്നു. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ടു അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതു ആകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നതു. സഭാപ്രസംഗി 12:13. ചില കാര്യങ്ങൾ കൂടി വചനം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നാം ദൈവകൽപ്പനയും ദൈവം വഴികളെയും പിന്തുടരണം എന്നത് നമ്മളോട് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ട്, പല വിഷയങ്ങളുണ്ട്. ഒരുപക്ഷേ നമ്മെക്കൊണ്ട് ആ വിഷയങ്ങളിൽ പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കും നമ്മുടെ പ്രാർത്ഥനയിൽ. നാം ദൈവത്തെ ഭയപ്പെട്ടു അവന്റെ വഴികളിൽ നടന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഭയങ്കരമായ കാര്യങ്ങൾ, നമ്മളെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള വലിയ കാര്യങ്ങൾ നമുക്കായി ചെയ്തു തരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആ ദൈവത്തെ നാം ഭയപ്പെടണം. ദൈവത്തിന് വഴികൾ നാം നടക്കണം. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടുകൂടി നാം സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണം. നമുക്ക് പല കാര്യങ്ങളും ദൈവം ചെയ്തു തരും എന്നും വചനം പറയുന്നുണ്ട്. അവൻ ആകുന്നു നിന്റെ പുകഴ്ച, അവൻ ആകുന്നു നിന്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്തും ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തു അവൻ തന്നെ. ആവർത്തന പുസ്തകം 10:21.